അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ വ ജമഅനല്ലാഹു മഅഹു ഫിൽ ജന്ന മഹാനവറുകൾ കോഴിക്കോട് കടപ്പുറത്ത് ചെയ്തൊരു പ്രസംഗം, സമത്തയുടെ പ്ലാറ്റിനം ജൂബിലിയിൽ മഹാനവറുകൾ ചെയ്തൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ശംസുൽ ഉലമ എന്ന് പറഞ്ഞു, കേരളക്കരയിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തോട്, മതേതരത്വ ആശയത്തോട്, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയോട് 100% കൂറ് പുലർത്തുന്നവർ ഞങ്ങൾ മാത്രമാണ്. കേരളക്കരയിൽ തന്നെ മതസൗഹാർദ്ദ കേന്ദ്രങ്ങളോട് അഭിപ്രായമുള്ളവരും അതിനോട് ആദരവുള്ളവരും ഞങ്ങളാണ്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദ കേന്ദ്രത്തിൻ്റെ ഒന്നാമത്തെ ചിഹ്നം ശബരിമലയാണെങ്കിൽ ശബരിമലയിൽ വാവര് വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദ. അങ്ങനെ ശംസുൽ ഉലമ എന്ന് പറഞ്ഞത്, വാവര് വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദ. എന്നൊരു ഷെയ്ഖുനെ ചോദിച്ചു, ഇങ്ങനെ കേരളക്കരയിൽ വേറെ ആരെങ്കിലും പറയോ? വാവര് വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദ എന്ന് കേരളക്കരയിൽ വേറെ ആരെങ്കിലും പറയോ? ശംസുൽ ഉലമ എങ്ങനെ ചോദിച്ചത്? നദവത്തുകാർ പറയുമോ? ജമാഅത്തുകാർ പറയുമോ? വേറെ ആരെങ്കിലും പറയുമോ? കേരളക്കരയിൽ സമസ്തയല്ലാതെ, സുന്നി സമൂഹമല്ലാതെ വാവര് വലിയുല്ലാഹി നവ്വറല്ലാഹു മർക്കദ എന്ന് പറയില്ല. എന്തുകൊണ്ട്? വേറെ ആർക്കും ഇതിൽ വിശ്വാസമില്ല. സുന്നി സമൂഹത്തിനല്ലാതെ ഔലിയാക്കളിൽ വിശ്വാസമില്ല. ഔലിയാക്കളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് വാവര് വലിയാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. ഐതിഹ്യ എന്ന് പറയാൻ കഴിയും. ഐതിഹ്യത്തിന് കുടുംബം ഉണ്ടാകുമോ? അതൊരു ഐതിഹ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാൻ കഴിയോ? ഐതിഹ്യത്തിന് കുടുംബം ഉണ്ടാവോ? ഇപ്പൊ കഴിഞ്ഞ 4-5 മാസങ്ങൾക്കപ്പുറം വാവര് പള്ളിയിൽ ഇമാം മരിച്ചിരുന്നു അല്ലേ? നിങ്ങൾ വായിച്ചില്ലായിരുന്നു? വലിയൊരു പന്ന്യം എഴുതിക്കാനായ മനുഷ്യൻ, കോട്ടയം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. വാവര് പള്ളിയിൽ ഇമാം, അദ്ദേഹം വഫാത്തായപ്പോൾ കോട്ടയം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ പേരെന്നോട് മറന്നുപോയി. എന്ത് ജമാലുദ്ദീൻ മൗലവി എന്തായിരുന്നു? അദ്ദേഹം മരിച്ചപ്പോൾ വാവര് കുടുംബ യോഗം ചേർന്ന് അടുത്ത ഇമാമിനെ തിരഞ്ഞെടുത്തു. അതൊരു കുടുംബാണ്. ഐതിഹ്യത്തിന് കുടുംബം ഉണ്ടാവോ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കുടുംബം ഉണ്ടാവില്ല. അപ്പൊ ഈ കുടുംബം എന്തുകൊണ്ടുണ്ടായി? നേരത്തെ അവിടെ ആളുള്ളതുകൊണ്ട്. അപ്പൊ വാവർ എന്ന് പറയുന്ന ഒരാൾ നേരത്തെ ഉണ്ടായി. ഇപ്പൊ കോഴിക്കോട് ഖാദി പരമ്പര പോലെ കോഴിക്കോട്ട് വഫാത്തായ നാലകത്ത് മുഹമ്മദ് കോയ ബാക്കവി നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഖാദി പരമ്പരയിൽ അവസാനത്തെ കണ്ണിന്നാണ്. അപ്പൊ ഒരു പരമ്പര ഉണ്ടായി. ആ പരമ്പരയിൽ എട്ടാമത്തെ കണ്ണി, ഇവിടെ നിന്ന് അങ്ങോട്ട് 8ാമത്തെ കണ്ണി 500 വർഷങ്ങളപ്പുറം ജീവിച്ച ആളാണ് ആര്? ഖാദി മുഹമ്മദ് റഹിമഹുല്ലാ. അങ്ങനെ ആ കണ്ണി ചെന്നാൽ എവിടെത്തും? ചാലിയത്തെത്തും. ചാലിയത്ത് ആ കണ്ണി സ്ഥാപിച്ചതാരാ? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതുപോലെ വാവര്, ആ വാവര് നവ്വറല്ലാഹു മർക്കദ എന്ന് പറയാൻ ഇവിടെ സാധിക്കുന്ന ഏക ജനവിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅ ആണ് എന്ന് ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ. അതിനർത്ഥം സമസ്ത ശിർക്കാണെന്ന? അതിനർത്ഥം അവിടെയുള്ള എല്ലാ ശിർക്കിനും സമസ്ത അംഗീകാരം നൽകിയെന്ന? അങ്ങനൊന്നുമല്ല. പക്ഷേ അവിടെ കിടക്കുന്ന മഹാനിൽ സമസ്തക്ക് വിശ്വാസമുണ്ട്. ആ മഹാൻ ഐതിഹ്യമാണെന്ന് സമസ്ത ഇതുവരെ വാദിച്ചിട്ടില്ല. അങ്ങനെ വാദിക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം സമസ്തക്കില്ല. എന്തുകൊണ്ട്? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതിനെ അംഗീകരിക്കുന്നവരാണ്, അതിനെ വിശ്വസിക്കുന്നവരാണ്. അപ്പം ഇവിടെ കേരളക്കരയിലും ഇന്ത്യയിലും ഇവിടുത്തെ പൈതൃകം, ഇവിടുത്തെ സാഹചര്യം, ആ സാഹചര്യത്തെ യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്യാൻ സാധിക്കുക അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനാ. അവിടെയാണ് റാഡിക്കൽ വഹാബിസം. ആ റാഡിക്കൽ വഹാബിസത്തെയാണ് റാം ജഠ്മലാനി അപ്രിയ സത്യമായി വിളിച്ചു പറഞ്ഞത്. ആ വിഷയത്തിൽ പ്രതികരിക്കാൻ പലരും മടിച്ചു നിൽക്കുന്നത് അപ്രിയ സത്യത്തെ വിളിച്ചു പറയാൻ അവർ മടികാട്ടുന്നത് കൊണ്ടാണ്. മുസ്ലിം സമൂഹത്തിനെതിരെ അവർ ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട്, അവർ തവസ്സുൽ ചെയ്യുന്നത് കൊണ്ട് അവർ മുശ്രിക്കുകളാണ് എന്നും, ആ മുശ്രിക്കുകളായ വിഭാഗത്തിന്റെ അവരെ കൊല്ലാമെന്നും, അവരെ കൊന്നാൽ അത് യുദ്ധത്തിന്റെ ഫലമാണ് എന്നും, അങ്ങനെ കൊല്ലപ്പെട്ട പരാജിത സമൂഹത്തിന്റെ ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത സമ്പത്ത് ഹലാലാണ് എന്നും ലോകത്ത് പ്രഖ്യാപിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി ആശയത്തിൽ ഇങ്ങനെ റാഡിക്കൽ വഹാബിസം എന്ന് പറയുന്നത് റാം ജഠ്മലാനി പറഞ്ഞത് അത്ര ബോഷ്കാണെന്നോ വിഡിത്തമാണെന്നോ നമ്മൾ കരുതേണ്ടതില്ല. അത് ഇസ്ലാം വ്യാഖ്യാനിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു മധ്യ സമീപനമാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്. അതാണ് ഇസ്ലാം. അത് അമിതമായപ്പോൾ വിഷയമാണ്. അത് അമിതമായപ്പോൾ ഏത് ഭാഗത്തേക്കും വിഷയമാണ്. ഏത് ഭാഗത്തേക്കും ആത്മീയത അമിതമായാൽ വിഷയമാണ്. തടിയൻ്റെ അവിടെ നസീർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തടിയൻ്റെ അവിടെ നസീറിനെ ആത്മീയതയിലാണ് ചില ആളുകൾ മുക്കിയെടുത്തത്. ആത്മീയതയ്ക്ക് വേണ്ടി മുക്കിയെടുത്തു. ആത്മീയതയ്ക്ക് വേണ്ടി മുക്കിയെടുത്തപ്പോൾ ആത്മീയത അമിതമായാൽ അത് വിഷയമാണ്. ആത്മീയത അമിതമായി. അങ്ങനെ ചില ത്വരീഖത്തുകൾ, ഈ ത്വരീഖത്തുകളെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ത്വരീഖത്തുകളെ പറ്റിയും പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ത്വരീഖത്തുകൾ, അവിടെയാണ് മുഹിദ്ദിമാല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഹിദ്ദിമാല എന്ന് പറഞ്ഞിട്ട് പാടാതെ മാറ്റിക്കല്ല വേണ്ടി. സിർക്കിൻ്റെ കുഫറിൻ്റെ നൂലാമാല തൊടാൻ പാടില്ല, പാടാൻ പാടില്ല
അങ്ങനെ പറയല്ല. ആ മാലയിൽ ക്രിയാത്മകമായി വല്ലതുമുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ, ശരിക്കും ഈ കാലഘട്ടത്തിൽ പാടി പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആ മാല. ആദ്യത്തെ വരി നോക്കൂ നിങ്ങൾ, അതിലൊരു വരി കാണാം. ഇബിലീസ വേരെ ചതിപ്പാനായി ചെന്നാരെ, ഇബിലീസ ചാച്ചി കിടത്തി അയച്ചോവർ. മുഹിദ്ദിമാലയിലല്ലേ, ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചെൽ മുതലായി മുവാണ്ട് കത്തോവർ. എന്താണ് ഈ വിഷയം? ഇത് മുഹിദ്ദിമാല പറഞ്ഞൊരു വിഷയമാണല്ലോ. എന്താണ് സംഭവം? ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. അതിനർത്ഥം എന്താ? ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തോദീന. ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തോദ സാധിക്കോ? ഒരു കാൽമേൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമല്ല. ഒറ്റക്കാലിൽ നിൽക്കുക, ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആടാൻ തുടങ്ങും, പിന്നെ വെറുക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? മുഹിദ്ദീൻ ഷെയ്ഖ് മഹാനവറുകൾ ഒരു കാൽമേൽ നിന്നിട്ട് സാഹസികമായി ആടി വിറച്ച് എങ്ങനെയോ ഒരു ഖത്തോദി തീർത്തുന്ന എന്താ അതിൻ്റെ വിഷയം? അതിൻ്റെ പശ്ചാത്തലം എന്താ? യാ അബ്ദുൽ ഖാദർ ഇന്നി അഹ്ലൽതു ലക്കൽ മുഹറമാത്. യാ അബ്ദുൽ ഖാദർ ഇന്നി അഹ്ലൽതു ലക്കൽ മുഹറമാത്. ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുക. അബ്ദുൽ ഖാദറെ, മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരാണ് അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദറെ, താങ്കൾക്ക് എല്ലാ ഹറാമുകളെയും ഞാൻ ഹലാലാക്കി തന്നിട്ടുണ്ട്. എല്ലാ ഹറാമുകളെയും താങ്കൾക്ക് ഞാൻ ഹലാലാക്കി തന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ ഈ ത്വരീഖത്തിൻ്റെ ഒക്കെ ഷെയ്ഖന്മാരാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷം കൂടെ ചെയ്യാം. കാരണം എന്താ? ഓരോരു പ്രത്യേക മർത്തബേല എന്നറിയാം. ഓരോരു പ്രത്യേക മർത്തബേല. ഓർക്ക് പെണ്ണുങ്ങളെ തൊടാ, ഓർക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കുക, ഓർക്ക് നിസ്കരിച്ചോളണമെന്നില്ല. ഓരോരു പ്രത്യേക മർത്തബേല എന്നാ പറയുക. അങ്ങനെ എത്ര മർത്തബ. ഔലിയാ നിർമ്മാണ ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങൾ, ഔലിയാ നിർമ്മാണ ഫാക്ടറി, ആ ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങളെ പോലെ ചില ഔലിയാക്കൾ, ചില ത്വരീഖത്തിൻ്റെ കേന്ദ്രങ്ങൾ. എത്ര ത്വരീഖത്തുകളാണ് അല്ലേ? നല്ല പ്രഭാഷകർ, നല്ല എഴുത്തുകാർ, ക്രിയാത്മകമായി സമൂഹത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ. അവരൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറിപ്പോവാണല്ലോ. അത് സമൂഹത്തിൻ്റെ ഭാഗത്തേക്ക് മാറിപ്പോവാൻ യഥാർത്ഥത്തിൽ ചില ത്വരീഖത്തുകളൊക്കെ വരുന്ന സ്ഥലവും പരിശോധിക്കേണ്ടതാണ് അല്ലേ? സാമ്രാജ്യത്വത്തിന് ഏറ്റവും സ്വാധീനമുള്ള, സാനിസത്തിന് ഏറ്റവും സ്വാധീനമുള്ള, പാശ്ചാത്യൻ സംസ്കാരത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഈജിപ്ത് പോലെയുള്ള സ്ഥലം, അൻവർ സാദാത്തിൻ്റെ ഈജിപ്ത്, ഹുസ്നി മുബാറക്കിൻ്റെ ഈജിപ്ത്, ജമാൽ അബ്ദുൽ നാസറിൻ്റെ ഈജിപ്ത്. ജമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന പാൻ ഇസ്ലാമിക് ആൻഡ് സോഷ്യലിസത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്ലാമിക് സോഷ്യലിസം. എന്ത് ഇസ്ലാമാ? ഇസ്ലാമിക് സോഷ്യലിസം. അപ്പോൾ ഒരു പാശ്ചാത്യ സംസ്കാരത്തിനും അതുപോലെ ഈ നാഗരികതക്കും സ്വാധീനമുള്ള സ്ഥലത്ത് മുസ്ലിം സമൂഹത്തെ ഷണ്ഡീകരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ചില ത്വരീഖത്തുകൾ, ആ ത്വരീഖത്തിൻ്റെ ചില ശാഖകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവർ വന്നാലോ പിന്നെ ക്രിയാത്മകമായി ചിന്തിച്ച പലരും അവർ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്, മറ്റൊരു ഭാഗത്തേക്ക് പോവാൻ. അങ്ങനെ ത്വരീഖത്തുകൾ, ആ ത്വരീഖത്ത് തന്നെ ആത്മീയതയുടെ ഒരു തരം അടിതെറ്റിയ ആത്മീയത നാം കാണുകയാണ്. ആത്മീയത അവിടെ അടിതെറ്റി പോവുകയാണ്. ആ ആത്മീയ കേന്ദ്രങ്ങളിലാണ് തീവ്രവാദികൾ വളർന്നു വരുന്നത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. യാ അബ്ദുൽ ഖാദർ ഇന്നി അഹ്ലൽതു ലക്കൽ മുഹറമാത്. അബ്ദുൽ ഖാദറെ, താങ്കൾക്ക് എല്ലാവിധ ഹറാമുകളെയും ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്നാണ് ശബ്ദം. ആ ശബ്ദം കേട്ട് സാധാരണ ഇപ്പോഴത്തെ ആളുകളാണെങ്കിൽ അവർ സന്തോഷിക്കും. എന്നാൽ അതിന് പകരം ബഹുമാനപ്പെട്ട ശൈഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സദ്ദഹുൽ അസീസ് മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ തൻ്റെ മനസ്സിൽ, വിശുദ്ധ ഖുർആൻ തൻ്റെ മനസ്സിലേക്ക് ഒരു ആവർത്തി ഓടിച്ചു. അതാണ് ഒരു കാൽമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മുവാണ്ട് കാത്തോവർ. ഒരു കാൽമേൽ നിൽക്കുക എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തേക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ വളരെ പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി തന്റെ മനസ്സിൽ ഓടിച്ചു നോക്കി എന്നാണ് ആ കവിതയുടെ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനൊരു ആശയം, ഏത് ഹറാമുകൾ ഹലാലാകുന്ന ഒരു ആശയം ശരീഅത്തിലില്ല, അത് വിശുദ്ധ ഖുർആനിലില്ല. അതിന്റെ മറുപടിയാണ് അതിന്റെ മലയാള പരിഭാഷയാണ് ഇബ്ലീസ വേരെ ചതിപ്പാനായി ചെന്നാരെ, ഇബ്ലീസ ചാച്ചി കിടത്തി അയച്ചോവർ. ഇതാ മുഹിദ്ദിമാല. മുഹിദ്ദിമാല അതാണ്. പണ്ട് ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളോട് മുഹിദ്ദിമാല പാടിയിട്ട് ഒരു മൗലവി ചോദിച്ചിരുന്നു, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെയുള്ളവർ എന്ന വരി പാടിയിട്ട് ചോദിച്ചു, ആകാശത്തിൻ്റെ മുകളിൽ തൊട്ടിട്ട് ഭൂമി വരെയുള്ള കൊടി അല്ലേ, ഇത് എവിടുന്നാ മുസ്ലിയാരെ ഇത് വാങ്ങാൻ കിട്ടുക? ആകാശത്തിൻ്റെ മുകളിൽ തുടങ്ങിയിട്ട് ഭൂമിയിൽ വരെ എത്തണ്ടേ? അങ്ങനെയുള്ളൊരു കൊടി അടുപ്പിക്കാൻ ശീല എവിടുന്നാ മുസ്ലിയാരെ വാങ്ങാൻ കിട്ടുക? വല്ലാത്തൊരു കൊടി തന്നെ എന്ന് ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ
മഹാനവറുകളുടെ പരിഹാസത്തിന്റെ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നൊറ്റടിക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട്, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീആ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറ് മുറുകെ പിടിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറ് മുറുകെ പിടിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ കയറ് വാങ്ങാൻ കിട്ടുന്ന പീടികയുടെ തൊട്ടടുത്ത പീടികയിൽ നിന്ന് ഈ ശീല വാങ്ങാൻ കിട്ടുമെന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സ്നേഹിച്ചാൽ, അള്ളാഹു ഒരു അടിമയെ മഹബത്ത് വെച്ചാൽ, ആ മഹബത്ത് അള്ളാഹു തആല വാനലോകത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ ജിബ്രീലിന്റെ വിളംബരം മുഖേന അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകം ആ അബ്ദിനെ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ചാൽ ആകാശത്ത് വിളംബരം ചെയ്യപ്പെട്ട ആ സ്വീകാര്യത ഭൂമിയിലേക്കും ഇറക്കും. ഭൂമിയും ആ മനുഷ്യനെ സ്നേഹിക്കും. അതാണ് ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരെയുള്ളവർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിഷയത്തെയും നമ്മൾ മാറ്റിവെക്കല്ല വേണ്ടത്, ഏത് വിഷയത്തെയും എതിർപ്പോടെ മാറ്റിവെക്കല്ല. ക്രിയാത്മകമായി അതിനെപ്പറ്റി പഠിക്കാൻ, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം. ആരാണ് നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഈർഷ്യതയോടെ അല്ലെങ്കിൽ വാശിയോടെ അല്ലെങ്കിൽ മറ്റെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു പരിശുദ്ധമായ ഒരു വിഷയത്തിൽ അതും ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രം അർപ്പിക്കപ്പെടുന്ന ഒരു ഇബാദത്തിൻ്റെ വിഷയത്തിൽ അനാവശ്യമാകുന്ന ഒരു തർക്കത്തിന് നമ്മൾ എന്തിനു മുതിരണം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പരിശുദ്ധമാകുന്ന ഇസ്ലാമിൽ ജനിച്ചു. ഈ പരിശുദ്ധമാകുന്ന ഇസ്ലാം നമുക്ക് തന്നത് നമ്മുടെ തലമുറയാണ്. ആ തലമുറക്ക് കൊടുത്തത് അടുത്ത തലമുറയാണ്, അവർക്ക് കൊടുത്തത് അടുത്ത തലമുറയാണ്. ആ തലമുറ ഇവിടെ നിർവഹിച്ച ഈ കാര്യങ്ങൾ പിൻബലമില്ലാത്തതോ അടിസ്ഥാനരഹിതമായതോ അല്ല എന്നതിന് എമ്പാടും തെളിവുകൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതിന് ഏറ്റവും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധമായ ദീനിനകത്ത് വെട്ടിച്ചുരുക്കിയ വിഷയങ്ങൾ, അതുപോലെ ഈ പരിശുദ്ധമാകുന്ന ദീനിനകത്ത് കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിക ലോകത്തിൻ്റെ പിൻബലം പോലും അതിനില്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുക, എത്രയെത്ര വിഷയങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ പൈതൃകം, ആ പൈതൃകത്തിന് ഘടകവിരുദ്ധമാകുന്ന ഒരുപാട് കാര്യങ്ങൾ. എന്തിനാണ് നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത്? അല്ലാഹു തആലയോട് കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്? അല്ലാഹു തആലയെ പറഞ്ഞ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് പ്രകാരം സ്വഹാബത്ത് എന്താണ് നിർവഹിച്ചത്? അവരെ കണ്ടുകൊണ്ട് താബികൾ എന്താണ് നിർവഹിച്ചത്? നാം ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിദ്അത്ത്, ആ ബിദ്അത്തിൻ്റെ നിർവചനം എടുത്ത് പരിശോധിച്ചാൽ രണ്ടു തരം കാണാൻ കഴിയുന്നതാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ്. പുതിയതായതുകൊണ്ട് എല്ലാം തള്ളണമെന്ന് നാം ഒരു കാലഘട്ടത്തിലും വാദിച്ചിട്ടില്ല. കാരണം മുസ്ഹഫ് പുതിയതാണ്. മുസ്ഹഫ് പുതിയതല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് മുസ്ഹഫ് ഉണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുസ്ഹഫില്ലല്ലോ. മുസ്ഹഫ് ഉണ്ടാക്കിയതാരാ? സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ മുസ്ഹഫിൻ്റെ നേരത്തെ ഇന്നുള്ള മുസ്ഹഫ് റസ്മുൽ ഉസ്മാനി, എന്നാൽ അതിന് ജംഉൽ ഖുർആൻ, അതിനെ ക്രോഡീകരിച്ച് വെച്ചതാരാ? ഒന്നാം ഖലീഫ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണോ? അല്ലല്ലോ. അല്ല എന്ന് മാത്രമല്ല, യമാമ യുദ്ധത്തിൽ വ്യാജപ്രവാചകനാകുന്ന മുസൈലമുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ നമ്മൾ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ നേരത്തെ ഞാൻ ത്വരീഖത്തിൻ്റെ അപകടത്തെ പറ്റി പറഞ്ഞു, വ്യാജസിദ്ധന്മാരെ പറ്റി സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നെതുവത്ത് സുഹൃത്തുക്കൾ, ജമാഅത്ത് സുഹൃത്തുക്കൾ എന്താ പറയാന്നറിയോ? ഞങ്ങളെപ്പോലെ ആയാലും ആ വിഷയമല്ലല്ലോ എന്നാ പറയാം. ഞങ്ങളെപ്പോലെ ആയാലും ആ വിഷയം ഉണ്ടാവില്ലല്ലോ. വ്യാജന്മാർ വരുന്നു എന്നതുകൊണ്ട് വിഷയത്തെ മാറ്റി വെക്കാൻ കഴിയോ? അങ്ങനെ വെച്ചാൽ പ്രവാചകന്മാരും വേണ്ടാന്ന് അറിയേണ്ടി വരില്ലേ? വ്യാജ പ്രവാചകന്മാരെമ്പാടും വന്നില്ലേ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ വ്യാജ പ്രവാചകനാണ് മുസൈലമുൽ കദ്ദാബ്. അടുത്ത കാലഘട്ടത്തിൽ വരെ പ്രവാചകന്മാരുണ്ട്, വ്യാജ പ്രവാചകന്മാരുണ്ടായില്ലേ? ആരാ? മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അല്ലേ, വ്യാജ പ്രവാചകൻ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ? ചിന്തിക്കേണ്ട വിഷയം, ഈ വ്യാജ പ്രവാചകന്മാർ ലോകത്തെല്ലാവരും തന്നെ പറയുന്നത്. ലോകത്ത് ഖുർആൻ പറയാത്തവരായി ആരാളുള്ളത്? സുന്നത്ത് പറയാത്തവരായിട്ട് ആരാളുള്ളത്? എല്ലാവരും തന്നെ പറയാം അല്ലേ? ഖുർആനിലേക്ക്, വെളിച്ചത്തിലേക്ക് എന്ന് നയിക്കുന്ന ആളുകളെ കാണാം, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് എന്ന് വിളിക്കുന്ന ആളുകളെ കാണാം. എന്നിട്ട് അവരൊക്കെ എന്താ പറയാം?
ഖുർആനും സുന്നത്തുമാണ് പ്രമാണം, ഖുർആനും സുന്നത്തും ആണ് പ്രമാണമെന്ന്, ആ പ്രമാണത്തിലേക്ക് വരണമെന്നാണ് പറയുക. ഖുർആനും സുന്നത്തും പറയാത്തവരായിട്ട് ലോകത്താരാളുള്ളത്? അഹമ്മദുൽ ഖാദിയാനി എന്ന് പറയുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്നാണ് അവരുടെ പേര്. യഥാർത്ഥത്തിൽ അഹമ്മദിയ കാഫിർ ജമാഅത്താണ്. അവരും പേരിട്ടത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് അല്ലേ? അവരും അല്ലേ? ചേകനൂരിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയാണ്. അയാൾ 3 നേരം നിസ്കരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഖുർആൻ പറയാത്തവരായിട്ട് ആരാ ലോകത്തുള്ളത്? എല്ലാവരും. ഖുർആൻ പറയുന്നു ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം എന്ന ആശയം, എന്ന ക്യാമ്പയിൻ, എന്ന മുദ്രാവാക്യം, അതാണ് സത്യത്തിൻ്റെ അടയാളമെങ്കിൽ അത് പറയാത്തവരായിട്ട് ആരാളുള്ളത്? മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി, അയാൾ വ്യാജപ്രവാചകനാണ്. ആ വ്യാജപ്രവാചകനായ അയാളുടെ വ്യാജപ്രവാചകത്വം വാദിച്ചത് ഖുർആൻ ഓതിയിട്ടാണ്. ചേകനൂർ മൗലവി 3 നേരം നിസ്കരിച്ചാൽ മതി എന്ന് വാദിച്ചത് ഖുർആൻ ഓതിയിട്ടാണ്. അയാളുണ്ടാക്കിയ പ്രസ്ഥാനത്തിന് പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. അപ്പൊ ഖുർആൻ പറയാത്തവരായിട്ട് ആരാളുള്ളത്? ആരുമില്ല. എല്ലാവരും ഖുർആൻ പറയുന്നവരാ. നദുബത്തുകാർ ഖുർആൻ പറയുന്നവരാണ്, ജമാഅത്തുകാർ ഖുർആൻ പറയുന്നവരാണ്, ഖാദിയാൻ ഖുർആൻ പറയുന്നവരാണ്, സമസ്തക്കാരും ഖുർആൻ പറയുന്നവരാണ്. ഖുർആൻ എല്ലാവരും പറയും, സുന്നത്ത് എല്ലാവരും പറയും. പക്ഷേ മുസ്ലിം സമൂഹത്തിൻ്റെ ഈ ആശയപരമായ തർക്കങ്ങൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ലോകത്ത് നമ്മളല്ലാതെ മറ്റാരും പറയുന്നില്ല. ഏതാണത്? അതേതാ? ഖുർആനും സുന്നത്തും നമ്മൾ പറയും, ജമാഅത്തുകാർ പറയും, നദുവത്ത് സുഹൃത്തുക്കൾ പറയും, ചേകനൂരിൻ്റെ ആളുകൾ പറയും, ഖാദിയാനിസത്തിൻ്റെ ആളുകൾ പറയും, എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ പറയുന്നൊരു കാര്യം ലോകത്ത് മറ്റാരും അത് പറയുന്നില്ല. ഏതാണത്? ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഇത് ലോകത്ത് പറയുന്ന ഏകജന വിഭാഗം നമ്മൾ മാത്രമാണ്. ഏതാണത്? അൻ ഇർബാദ് ഇബ്നു സാർ റളിയല്ലാഹു അൻ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ ബലീഗതൻ ദറഫത മിനൽ ഉയൂൻ വവജലത മിനൽ ഖുലൂബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോടൊരു പ്രസംഗം നിർവഹിച്ചു, സാരസമ്പൂർണമായ പ്രഭാഷണം വഅദ് നിർവഹിച്ചു. ആ സാരസമ്പൂർണമായ വഅദിൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകമാകുന്ന രീതി മനസ്സിലാക്കിയ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, കന്ന ഖുതുബത്തു മുബദ്ദിഇൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ. അങ്ങ് സാധാരണ അങ്ങനെ വാള് പറയാറില്ല. അങ്ങയുടെ ഈ പ്രാവശ്യത്തെ വാള് കേട്ടിട്ട് അങ്ങ് ലോകത്തോട് വിട പറയും പോലെ, ഞങ്ങളെ വിട്ടേച്ചു പോകും പോലെ, അങ്ങ് ഞങ്ങളോട് വിട പറയും പോലെയുള്ള ഒരു ഉപദേശം പോകാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ശേഷം ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്തു തരണമെന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നു, മൻ യഇശ മിൻകും മിൻ ബഅദി ഫസറഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എൻ്റെ ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ മൻ യഇശ മിൻകും മിൻ ബഅദി ഫസറഖ്തിലാഫൻ കസീറാ, എൻ്റെ ശേഷം നിങ്ങൾ ജീവിച്ചാൽ മുസ്ലിം സമൂഹത്തിനകത്ത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെയും ധാരാളം കക്ഷിത്വങ്ങളെയും നിങ്ങൾ കാണും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളെയും കക്ഷിത്വങ്ങളെയും നിങ്ങൾ കാണുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും എൻ്റെ സ്വഹാബത്തിൻ്റെ ചര്യ, എൻ്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്ന ഏകജന വിഭാഗം ആരാ? അഹ്ലുസുന്നത്തി വൽ ജമാഅ. സ്വഹാബത്തിനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുന്ന ഏകജന വിഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ. ലോകത്ത് മറ്റൊരു വിഭാഗം ഇത് അംഗീകരിക്കുന്നില്ല പൂർണ്ണാർത്ഥത്തിൽ. എന്തുകൊണ്ട്? ഇപ്പോൾ വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ 2 ബാങ്ക് വിളിക്കും നമ്മളെ പള്ളിയിൽ. ലോകത്തിലെ ഇപ്പോൾ മസ്ജിദുൽ ഹറാമിൽ 2 ബാങ്ക് വിളിക്കാറില്ലേ? മസ്ജിദുൽ നബവിയിൽ 2 ബാങ്ക് വിളിക്കാറില്ലേ? മസ്ജിദുൽ ഹറാമിൽ 2 ബാങ്കാ, മസ്ജിദുൽ നബവിയിൽ 2 ബാങ്കാ. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്. ലോകത്ത് 1-ാമത്തെ പള്ളി, അവിടെ 2 ബാങ്ക് വിളിക്കാറുണ്ട്. റസൂലുള്ളാഹിന്റെ പള്ളി, അവിടെ 2 ബാങ്ക് വിളിക്കാറുണ്ട്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ 1-ാമത്തെ പള്ളി, അവിടെ 2 ബാങ്ക് വിളിക്കാറുണ്ട്. ബഹ്റൈനിൽ, ജോർഡാനിൽ, UAE പല രാഷ്ട്രങ്ങളിലും 2 ബാങ്ക് വിളിക്കാറുണ്ട്. എന്നാൽ കേരളക്കരയിൽ ഏതാനും ചില പള്ളികളിൽ 1 ബാങ്ക് മാത്രമേ വിളിക്കാറുള്ളൂ. എന്താണ് കാരണം പറയുന്നത്? അത് 3-ാം ഖലീഫ ഉസ്മാൻ ഉണ്ടാക്കിയ റളിയല്ലാഹു അൻ അല്ലേ, 3-ാം ഖലീഫ ഉസ്മാൻ ഉണ്ടാക്കിയ ബാങ്കാണ് ഞങ്ങൾ കൊടുക്കൂല. നമ്മളോ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ.
ഏതാ സുന്നത്ത് ഏതാ ബിദ്അത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹ് മുസ്ലിം സമൂഹത്തിനകത്തുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പരിഹാരത്തിൻ്റെ കേന്ദ്രമായിട്ടെണ്ണിയത് സ്വഹാബത്തിനെയാണ്. അതിന് ഇവിടെ എഴുതി വെച്ചത് എന്താണെന്നറിയോ? നദുവത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത് എന്താ? കേരളക്കരയിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നതും പറയുന്നതും ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തിൻ്റെ പ്രവർത്തനം തെളിവല്ല. എത്ര ധിക്കാരാണ് ആ ഭാഷ! കേരളക്കരയിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നതും പറയുന്നതും ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തിൻ്റെ പ്രവർത്തനം ദീനിൽ തെളിവല്ല. പിന്നെ ആരുതാ തെളിവ് വേണ്ടതോ? കേരളക്കരയിൽ പ്രസിദ്ധീകരിക്കുന്ന പുടവ എന്നു പേരുള്ള ഒരു മാസിക കേരളക്കരയിൽ ആദ്യം പള്ളിയിൽ പോയ പെണ്ണിനെ പറ്റി ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരുന്നു. എന്താ അതിൻ്റെ പേര്? ആമിനക്കുട്ടി ഒറ്റായിരുന്നു അല്ലേ? ഹദീജക്കുട്ടി. ഹദീജക്കുട്ടി കേരളത്തിൽ ആദ്യം പള്ളിയിൽ പോയതാ. ഇത്ര വർഷ അതിന് പഴക്കത്ര? അതിൻ്റെ പഴക്കത്ര 978 അല്ലേ? 975 ഇത് വായിച്ചാൽ എന്താ തോന്നുക? നിലമ്പൂർ കാടിറങ്ങിയിട്ട് ഇടവണ്ണക്ക ഇസ്ലാം എത്തിയെന്നാണ് തോന്നുക അല്ലേ? ഇസ്ലാം വന്ന വഴി നിലമ്പൂർ കാട് വഴിക്കാൻ തോന്നും. 975 മുതൽക്ക് ഇപ്പോൾ എത്ര വർഷമായി അല്ലേ? എത്ര വർഷമായി? അപ്പം ഇസ്ലാമിൻ്റെ പഴക്കത്ര ആകെ 10 പോലത്തെ പഴക്കമുള്ളൂ. 1400 പരം വർഷത്തിൻ്റെ പഴക്കമുള്ള ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്ന് ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സ്വഹാബത്ത് കടന്നു വന്ന ഇസ്ലാമിക നാഗരികതയുള്ള പൈതൃകമുള്ള ഒരു നാട്ടിൽ നിലമ്പൂർ കുന്നിനുപ്പുറത്തുള്ള ഇടവണ്ണയിൽ ആദ്യം പള്ളിയിൽ പോയ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ നിങ്ങൾ ചിന്തിക്കൂ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ 1500 കൊല്ലം പള്ളിയിൽ പെണ്ണ് പോയില്ല. അടുത്ത കാലത്താണ് പോയത്. അവരെന്നെ എഴുതി വെക്കാൻ തറാവീഹ് നോക്കൂ നിങ്ങൾ. എന്താ തറാവീഹ്? തറാവീഹിന്റെ വിഷയം എന്താ? 4 മദ്ഹബിലും എടുത്ത് പരിശോധിക്കുക. 4 മദ്ഹബിലും ഈ 8 എന്ന് പറയുന്ന 8, 3, 11 എന്ന് പറയുന്നതിന് തന്നെ നിരർത്ഥക. കാരണം എന്തുകൊണ്ടാണ്? എന്നാ പിന്നെ റമളാനിൽ മാത്രം ഒരുങ്ങുന്നതിനാ വലി 8, 3, 11 ആണെങ്കിൽ റമളാനിലും റമളാനിലല്ലാത്തപ്പോൾ ഉള്ളതാണല്ലോ. റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച നിസ്കാരമാണത്. ആ പറയുന്നിടത്താണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ റമളാൻ നിങ്ങൾ എന്തിനാ പിന്നെ പ്രത്യേകം ഒരുങ്ങുന്നത്? 8, 3, 11 എന്നാണെങ്കിൽ 8, 3 എവിടെ കിട്ടി നിങ്ങൾക്ക്? 8, 3, 11 ഹദീസിലില്ലല്ലോ. ഹദീസിലുള്ളത് 11-ലധികം നിസ്കരിച്ചിട്ടില്ല എന്നാ. അതിന് 8, 3 പേരിടാൻ ആര് പറഞ്ഞതാ? ഈ 11-ന് 8, 3 ആരാക്കിയതാ? ആവട്ടെ, അങ്ങനെയാണെന്ന് തന്നെ സമ്മതിക്കുക. അങ്ങനെ ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ പ്രത്യേകം നിസ്കരിച്ചിട്ടില്ല എന്ന് വരുമല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ പ്രത്യേകം പോണത്? അങ്ങനെയാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ തറാവീഹ് 8 എന്നാണ് അതിൻ്റെ തെളിവ് ഈ ഹദീസാണ് എങ്കിൽ ആ ഹദീസിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തിലധികം നിസ്കരിച്ചിട്ടില്ല എന്നാ. അത് റമളാൻ അല്ലാത്തപ്പോൾ ഒന്നും നിസ്കരിച്ചിട്ടില്ല എന്നാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാ റമളാനിൽ മാത്രം പെണ്ണുങ്ങളെ കുപ്പാടിക്കണേ? എന്നും കുപ്പാടിക്കണ്ടേ? നിങ്ങൾ എന്നും ആ പാവം നിസ്കരിക്കണ്ടേ? അപ്പം തറാവീഹ് എന്ന നിസ്കാരം ഇല്ല എന്നല്ലേ വരിക? മുസ്ലിം ലോകത്ത് അതിന് അംഗീകാരമുണ്ടോ? പിന്നെ അവിടെ പറയുന്നത് എന്താ? നേരത്തെ പറഞ്ഞതുപോലെ 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയതാണെന്ന് പറയും പോലെ 2ാം ഖലീഫ ഉമർ അൽ ഫാറൂഖ് നടപ്പാക്കിയെന്നറിയും റളിയല്ലാഹു അൻഹു. എന്താ അതിൻ്റെ സത്യം? ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ വന്നപ്പോൾ ജനങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായി നിസ്കരിക്കുമ്പോൾ ഇവരെല്ലാം കൂടി ഞാൻ ഒരു ഇമാമിന്റെ കീഴിലാക്കിയാലോ? അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ഇമാമിന്റെ കീഴിലാക്കി എന്നതാണ് ഉമർ അൽ ഫാറൂഖ് ചെയ്തത്. അതല്ലാതെ അതുവരെ നടന്നു വന്ന 8 റക്അത്ത് തറാവീഹിനെ ഒറ്റയടിക്ക് 20 റക്അത്താക്കി വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതിനോട് അംഗീകാരം ആരും നൽകൂലല്ലോ. നബി തങ്ങൾ നിസ്കരിച്ച 8-നെ ഉമർ അൽ ഫാറൂഖ് 20 എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? ജമാഅത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വർദ്ധിതമായ ആവേശത്തോടെ സ്വഹാബത്ത് തറാവീഹിലേക്ക് കൂലം കുത്തി ഒഴുകി വന്നപ്പോൾ ഇത് ഫർലാക്കപ്പെടുമെന്ന് ഭയപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിവെച്ച ഒരു നിസ്കാരം റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും തുടർന്നും ജമാഅത്ത് ഇല്ലാതെ ഒറ്റക്കും തെറ്റക്കും നിസ്കരിച്ചു പോകുന്ന നിസ്കാരം
ഫൈദൻ നാസു ഔസാഉ മുതഫദ്ദിഖൂൻ. ആ നിസ്കാരത്തെ ലൗ ജമഅതു ഹൗലായി അലാ ഖാരിയിൻ വാഹിദിൻ എന്നതാണ് സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അങ്ങനെ ചെയ്തൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ മുസാഫിനെ ചട്ടപ്പുളുക്കി, ഖുർആന്റെ ജമ്മ ഒഴിവാക്കി. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഖുർആനില്ല. ഏത് ഖുർആൻ? ഖുർആനില്ല എന്നല്ല, ജമ്മുൽ ഖുർആൻ അന്ന് കാണുന്ന ഖുർആനില്ല. മുസൈലിമുൽ കദ്ദാബ് എന്ന് പറയുന്ന വ്യാജപ്രവാചകൻ, മുസൈലിമുൽ കദ്ദാബ് വ്യാജപ്രവാചകൻ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ വ്യാജപ്രവാചകനാണവൻ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ വ്യാജപ്രവാചകനാണ്. അവന് പരിശുദ്ധ ഖുർആനിന് പകരമായി ഖുർആൻ ഉണ്ടാക്കിയവനാണ്, അല്ലേ? അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അതിന് പകരമായിട്ട് ഇവന്റെ ഖുർആനാണ്. യാ ലഫ്ദൽ ബിൻത ലഫ്ദൽ, യാ ലഫ്ദൽ ബിൻത ലഫ്ദൽ. ഇവൻ ഓതുക, അവൻ ഖുർആൻ ഉണ്ടാക്കുക. അൽ ഖാരിഅതു മൽ ഖാരിഅ. അൽ ഖാരിഅ ലോകാവസാനത്തിന്റെ ഭയാനകത. ഈ ചെങ്കുത്തായ മലമ്പാതകളും ഈ പർവ്വത നിരകളും കെട്ടിടങ്ങളും എല്ലാം തകർന്നു തരിപ്പണമാകുന്ന ലോകാവസാനം, ഭൂകമ്പത്തിന്റെ ഭയാനകത. വമാ അദ്റാക മൽ ഖാരിഅ. ലോകാവസാനത്തിന്റെ വിഹുലതയും ഭയാനകതയും എന്താണെന്നറിയുമോ? യൗമ യകൂനു നാസു കൽ ഫറാസിൽ മബ്സൂസ്. മനുഷ്യൻ അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകും, മനുഷ്യൻ പാറ്റകളെ പോലെ പാറിപ്പോകും. വതകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂസ്. ഇവിടെ കണ്ട ചെങ്കുത്തായ മലമ്പാതകൾ, വലിയ വലിയ പാറക്കെട്ടുകൾ, ആ പാറക്കെട്ടുകൾ തകർന്നു തരിപ്പണമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിന് പകരം ഇവൻ ഖുർആൻ ഉണ്ടാക്കുക. യാ ലഫ്ദ ബിൻത ലഫ്ദ. തവളന്റെ കുഞ്ഞ് തവളെ. എന്ത് തവളന്റെ കുഞ്ഞ് തവളെ? ഒരു ഖുർആൻ. അപ്പം ഇങ്ങനെ ഖുർആൻ ഉണ്ടാക്കിയ മുസൈലിമുൽ കദ്ദാബ് എന്ന് പറഞ്ഞ വ്യാജപ്രവാചകൻ, ആ വ്യാജപ്രവാചകൻ യമാമ യുദ്ധത്തിൽ ഒന്നാം ഖലീഫ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാനവരുടെ കാലഘട്ടത്തിലാണ് യമാമ യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ അവസാന മുസൈലിമ പരാജയപ്പെട്ടുവെങ്കിലും ആ യമാമ പോർക്കളത്തിൽ ഒരുപാട് ആളുകൾ ഷഹീദായി. അതിൽ കൂടുതൽ ആളുകളും ഖുർആൻ മനപ്പാടമായ ആളുകളായിരുന്നു. ഖുർആൻ മനപ്പാടമായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് മരിച്ചു പോയപ്പോൾ, ആ സ്വഹാബത്ത് മരിച്ചു ചേർന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ നിർദ്ദേശ അഭിപ്രായമാണ്, ഇങ്ങനെ പോയാൽ പരിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമായ ആളുകൾ വഫാത്തായി പോയാൽ, വിശുദ്ധ ഖുർആൻ നഷ്ടപ്പെട്ടു പോയാൽ, വിശുദ്ധ ഖുർആൻ അന്യാദനപ്പെട്ടു പോയാൽ നമ്മളായിരിക്കും മറുപടി പറയുക. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ ജംഅ് ചെയ്യണം. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ച ചോദ്യം, അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യാത്തൊരു കാര്യം, റസൂൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുകയോ എന്ന് ചോദിക്കുകയാണ്. അവസാനം ഉമർ അൽ ഫാറൂഖ് തങ്ങൾ നിരന്തരമായി നിർദ്ദേശിച്ചു. അവസാനം സിദ്ദീഖിന്റെ മനസ്സിലേക്ക് ആ വിഷയം വിശാലമാവുകയും സിദ്ദീഖുൽ അക്ബർ ഓർഡർ ഇടുകയും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജമ്മുൽ ഖുർആൻ ലോകത്തുണ്ടായി. ഈത്തപ്പന മട്ടലിൽ, കല്ലിൽ, എല്ലിൽ ഒക്കെ പലകളിലൊക്കെ എഴുതി വെച്ച ഖുർആനിക സൂക്തങ്ങൾ, ആ ഖുർആനിക സൂക്തങ്ങൾ ജമ്മുൽ ഖുർആൻ എല്ലാം ശേഖരിച്ചിട്ട് അതിന് ഒരു ക്രമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ ഓതിക്കൊടുത്തൊരു ക്രമമുണ്ട്. ആ ക്രമം അപ്പോഴും ആ ക്രമം തന്നെയാണ് ഇപ്പോഴുള്ളത്. സൂറത്തുൽ ഫാത്തിഹ അലിഫ് ലാം മീം മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ക്രമം, ആ ക്രമത്തിൽ ജമ്മു ചെയ്തു. എന്നിട്ട് ആ ജമ്മു ചെയ്ത ഖുർആനിനെ മുസ്ഹഫ് രൂപത്തിൽ പിന്നെ അതിനെ പ്രസിദ്ധീകരിച്ചതാണ് മൂന്നാം ഖലീഫ സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതാ റസ്മുൽ ഉസ്മാനി. അങ്ങനെ ഈ റസൂലുള്ളാഹി ചെയ്യാത്തത് എന്ന് പറഞ്ഞ് പേരിടാൻ വെച്ചാൽ നദവത്ത് സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഖുർആൻ പറ്റോ? പള്ള ഖുർആൻ നിങ്ങൾക്ക് പറ്റോ? ആ ചട്ടങ്ങൾക്ക് പറ്റോ? റസ്മുൽ ഉസ്മാനി പറ്റോ? മദ്രസ പറ്റോ? റസൂലുള്ളാഹി മദ്രസ ഉണ്ടാക്കിയോ? റസൂലുള്ളാഹി പ്രസംഗിക്കാൻ ഇങ്ങനെ പീടെടുത്ത് വെച്ചിഞ്ഞോ? റസൂലുള്ളാഹി പ്രസംഗത്തിൽ മൈക്കുണ്ടെങ്കിയോ? റസൂലുള്ളാഹി ചെയ്തതാണ് നബിതങ്ങൾ ചെയ്യാത്ത എന്ന് പറഞ്ഞ് പേരിടുകയാണെങ്കിൽ മൈക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഇങ്ങനെ കയ്യേക്കാൻ പറ്റുമോ? മദ്രസ ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് ഓടിടാൻ പറ്റുമോ? മുസ്തഫ ചട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? ജമുൽ ഖുർആൻ പറ്റുമോ? അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞ് പേരിട്ടാൽ നിഅ്മത്തുൽ ബിദ്അത്തു ആദിഹി എന്നും ഹദീസിൽ കാണാം. ഈ ബിദ്അത്ത് നല്ലതാണ്. അഥവാ അടിസ്ഥാനപരമായ വിഷയത്തോട് വ്യതിചലിക്കാത്തതും നന്മയിൽ അധിഷ്ഠിതമായതും വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കുന്നതുമായ സൽക്കർമ്മങ്ങളെയെല്ലാം തന്നെ സുന്നത്തിന്റെ പട്ടികയിലാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സാധാരണക്കാരായ ആളുകളെ
തെറ്റിദ്ധരിപ്പിക്കാൻ, സാധാരണക്കാരാകുന്ന ആളുകൾക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയും പലരും ആ വിഷയത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് ഋജുവായ ഒരു പാതയാണ്, സത്യസന്ധമായ ഒരു പാതയാണ്. ആ പാതയിൽ നിന്ന് നമ്മൾ അകന്നു പോവാൻ പാടില്ല. ആ പാതക്കാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. സുന്നത്തിനെയും ജമാഅത്തിനെയും അംഗീകരിക്കുന്ന ആളുകൾ. ആ പാതയാണ് നമ്മുടെ പൂർവികന്മാരാകുന്ന ആളുകൾ നമുക്ക് തന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടമാണ്. നമ്മുടെ അന്തരീക്ഷം വളരെ കൂടുതൽ താറുമാറായ ഒരു കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ തന്നെ മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു പ്രദേശത്താണ് SYSൻ്റെ പ്രവർത്തകർ, കുട്ടികൾ, ചെറുപ്പക്കാർ ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ നമ്മൾ സംഘടിപ്പിച്ച ഈ വഅള് പരമ്പര, ഈ മതപ്രഭാഷണ പരമ്പര, അത് മറ്റൊരു രീതിയായിരുന്നെങ്കിലോ, ആകർഷിക്കപ്പെടുന്ന മറ്റൊരു രീതിയായിരുന്നുവെങ്കിൽ, ഒരു സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നുവെങ്കിൽ, ഒരു മിമിക്സി പരേഡായിരുന്നുവെങ്കിൽ, മറ്റെന്തെങ്കിലും ഗാനമേളയായിരുന്നുവെങ്കിൽ എത്രയെത്ര ആളുകൾ ചടുലമായി ഇതിനെ വിജയിപ്പിക്കാനുണ്ടാകുമായിരുന്നു. കാരണം മനുഷ്യൻ അങ്ങനത്തെ ഒരു ലോകത്തേക്കാണ് ചിന്തിക്കുന്നത്. മനുഷ്യന് ഈ ലോകത്തുള്ള ഈ ക്ഷണികമായ ദുനിയാവിൻ്റെ ഈ ലോകത്താണ് അവൻ താല്പര്യം. മരിക്കണമെന്നൊരു ചിന്ത മനുഷ്യനുണ്ടാവാറില്ല. മരിച്ചു ചെല്ലണമെന്നൊരു ബോധം മനുഷ്യനുണ്ടാവാറില്ല. ഖബറിലേക്ക് നമ്മൾ എത്തുമെന്നൊരു ചിന്ത നമുക്കുണ്ടാവാറില്ല. നമുക്ക് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇവിടെ അതിനുവേണ്ടി എല്ലാവിധ സ്വകുലോലുപതുകളും വേണം. ഇപ്പം എന്താ, 6 പാക്ക് പോയിട്ട് 8 പാക്ക് ആണല്ലോ അല്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടം. അത് എവിടുക്കാതൊക്കെ കൊണ്ടുപോകുന്നത്. ഓരോ മനുഷ്യന്മാർ ഒരു ദിവസം 200 കോയമുട്ടൻ്റെ വെള്ള, 600 കോയമുട്ടൻ്റെ വെള്ള ഇതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന, ഇത് വിരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന എത്ര കാലം? ഇതെത്ര കാലം? ഈ മസിൽ പവർ എത്ര കാലം? ഈ മണി പവർ എത്ര കാലം അല്ലേ? എന്തൊക്കെ അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ശില്പ ഷെട്ടിൻ്റെ കല്യാണം. ശില്പ ഷെട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ അറിയപ്പെട്ട സെക്സിയായ സിനിമ നടി. അവളെ കല്യാണത്തിന് 1 മണിക്കൂർ സമയം, കല്യാണ മുഹൂർത്തത്തിന് അവൾ ഉടുത്ത വസ്ത്രത്തിൻ്റെ വില എത്രയാ അതിന് വില? 50 ലക്ഷം അല്ലേ? 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപയുടെ വസ്ത്രം, സാരിയാണ് ഒരു കല്യാണത്തിന് 1 മണിക്കൂർ ഡിസൈൻ ചെയ്യുന്നത്. 1.25 ലക്ഷം രൂപയുടെ ചെരുപ്പാണ് ധരിക്കുന്നത്. മനുഷ്യൻ്റെ ഒരവസ്ഥ. ഇതൊക്കെ മനുഷ്യന്മാരാണ്. ഈ ലോകത്തിനെ പ്രധാനമായി കാണുകയാണ്. ഈ ലോകത്തിനെ പ്രധാനമായി കാണുകയാണ് അല്ലേ? ഓം പ്രകാശിൻ്റെ നാടാണിത്. ഓം പ്രകാശിൻ്റെ നാട്, പുത്തമ്പലം രാജേഷിൻ്റെ നാട്, ഗുണ്ടകളുടെ നാട്. എന്ത് ഗുണ്ടത്തരം! ഏത് നാട്ടിലാണ് പോക്കിരില്ലാത്തത്? ഏത് ഗ്രാമത്തിലാണ് പോക്കിരില്ലാത്തത്? ഏത് അങ്ങാടിയിലാണ് ദാദമാരില്ലാത്തത്? ഏത് നഗരങ്ങളിലാണ് ഗുണ്ടമാർ വിലസാത്തത്? പക്ഷേ ഈ ഗുണ്ടയുടെ കാലെത്ര, ഈ ദാദയുടെ പരിവേഷം എത്ര? ഒരു ഗുണ്ടാത്തലവൻ വേറൊരു ഗുണ്ടാത്തലവൻ, ഈ ഗുണ്ടാത്തലവൻ അടിച്ചു വീഴ്ത്തിയാൽ അവൻ്റെ കഴിഞ്ഞില്ലേ അല്ലേ? ഇപ്പോൾ ക്ലാരി സതീശ് മറ്റൊരു ഗുണ്ടയെ അടിച്ചു വീഴ്ത്തിയപ്പോൾ മറ്റേ ഗുണ്ടനെ കഴിഞ്ഞ് പട്ടാപ്പകൽ അനന്തപുരിയിലെ നാൽക്കവലയിൽ പേര് കേട്ട കോക്കിരി കത്തിക്കുത്തേറ്റ് പിടഞ്ഞ് ചോര വാർന്ന് മരിച്ചു പോയപ്പോൾ കുത്തിയവൻ 2ാം പൂക്കിരിയായി. മറ്റേ പൂക്കിരിൻ്റെ കഥ കഴിഞ്ഞ്. ഇനി ആ പൂക്കിരിന് ആർക്കെങ്കിലും ആണോ? ആരും ഓർക്കൂല. നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണം. സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻ 2 മുഖം. ഒന്ന് ഖത്താബിൻ്റെ മകൻ ഉമർ, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖ്. 2 മുഖം ഉണ്ടായിരുന്നു. എങ്കിൽ ഖത്താബിൻ്റെ മകൻ ഉമർ എന്ന് പറയുന്ന മുഖം ആർക്ക് വേണം? ആ മുഖം. ലോകം ആ മുഖത്ത് ഓർക്കാറുണ്ടോ? ഏതെങ്കിലും ആളുകൾ ആ മുഖത്തെപ്പറ്റി പ്രശംസിക്കാറുണ്ടോ? ഇല്ല. ഉക്കാല ചന്തയിലെ കൂലിത്തല്ലുകാരൻ, നല്ല കവലച്ചട്ടമ്പി, ചുവന്ന കണ്ണുകാരൻ, കള്ളുകുടിയൻ. അന്നത്തെ അറബ് സമൂഹം ഏറെ ഭയപ്പെട്ട ഒരു പൂക്കിരിയായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ചുവന്ന കണ്ണുകാരനായ കവലച്ചട്ടമ്പിയായ കൂലിത്തല്ലുകാരനായ വില്ലാളി വീരനായ കള്ളുകുടിയനായ ഉമർ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ വെറുക്കപ്പെടുന്ന ഒരു പേരാണ്. എന്നാൽ അൽ ഫാറൂഖ് എന്ന് പറയുന്ന ലോകമാദരിക്കുന്ന അമേരിക്കൻ വൈറ്റ് ഹൗസിൻ്റെ ലിഖിതങ്ങളിൽ പോലും നീതിയുടെ പര്യായതമായി രേഖപ്പെടുത്തപ്പെട്ട ഇന്ത്യയുടെ പ്രിയപ്പെട്ട ബാപ്പുജി പേര് പറഞ്ഞാദരിച്ച, ലോകമുടനീളം ഇന്നും നീതിയുടെ 2 അക്ഷരം ചേർത്ത് വിളിക്കപ്പെടുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാം. നേരത്തെയുള്ള ഗുണ്ടാത്തലവൻ്റേതല്ല, മസിൽ പവറിൻ്റേതല്ല, അടിപിടിയുടേതല്ല, അരാജകത്വത്തിൻ്റെതല്ല, ഈ ധാർമ്മികതയുടേതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, നമ്മളാണ് ഇന്ന് ദീനിൻ്റെ അവകാശികൾ. നമ്മളാ ദീൻ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളെ കണ്ടിട്ടാ ദീൻ ഉണ്ടാവേണ്ടത്. അത് പ്രേമത്തിൻ്റെ ദീനല്ല. പ്രേമിച്ചിട്ട് ലവ് ജിഹാദ് എന്ന് പറയുന്നത്, ലവ് ജിഹാദിൻ്റെ പദമുണ്ടാക്കിയതിൽ കോടതിക്ക് പങ്കുണ്ട്, മീഡിയകൾക്ക് പങ്കുണ്ട്, ആ കൂട്ടത്തിൽ നമുക്കും പങ്കുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ അല്ലേ പ്രേമത്തെ നമ്മൾ ന്യായീകരിക്കേണ്ടി വരികയാണല്ലോ. ഏതാ പ്രേമം? പ്രേമം അധാർമികതയാണ് അല്ലേ? ഒരു പെണ്ണ് കുഴയാൻ
ആണും കൊഴയാണ് അല്ലേ? നാൽക്കവലയിൽ, ടാക്സി സ്റ്റാൻഡിൽ, അക്കേഷ്യ മരത്തിൻ്റെ ചുവട്ടിൽ, കലാലയ ക്യാമ്പസിൽ, എല്ലായിടത്തും കാണാൻ. എന്തുകൊണ്ടാണിത്? ആണും പെണ്ണും നടന്നു പോകുന്ന പെണ്ണിൻ്റെ കണ്ണിലേക്ക് ആണിൻ്റെ കണ്ണോടുടക്കി, പിന്നെ കമൻ്റടിയായി, അങ്ങനെ പിന്നെ കണ്ണിൻ്റെ നോട്ടങ്ങളായി, അത് പിന്നെ പ്രേമമായി. പ്രേമം പിന്നെ രണ്ട് സമുദായം തമ്മിലും രണ്ട് സമൂഹം തമ്മിലും അരാജകത്വത്തിനും വർഗീയ സംഘർഷത്തിനും ഹേതുകമാവുകയാണ്. ഏത് വിഷയം അല്ലാഹുവിൻ്റെ ഹബീബാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇയ്യാകും വൽ ജുലൂസ ഫിത്വരീഖ്, ഇയ്യാകും വൽ ജുലൂസ ഫിത്വരീഖ്. വഴി പോയിട്ടിരിക്കാൻ പാടില്ല, കവലയിൽ പോയിട്ടിരിക്കാൻ പാടില്ല, ടാക്സി സ്റ്റാൻഡിൽ പോകാൻ പാടില്ല, കലാലയ ക്യാമ്പസ് പോകാൻ പാടില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ തിരുദൂതർ അങ്ങനെ ജീവിക്കാൻ കഴിയോ? ടാക്സി സ്റ്റാൻഡിൽ പോവാതെ ചെറുപ്പക്കാരൻ ജീവിക്കാൻ കഴിയോ? അങ്ങാടി പോവാതെ ജീവിതം മുന്നോട്ട് പോവോ? ക്യാമ്പസ് പോവാതെ വിദ്യാഭ്യാസം കിട്ടോ? ടാക്സി സ്റ്റാൻഡിൽ പോവാതെ നടക്കാൻ കഴിയോ? ബസ് സ്റ്റാൻഡിൽ പോവാതെ ബസ് കയറാൻ കഴിയോ? അതുകൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, വമാലനാ ബുദ്ദും ഫീ മജാലിസിന, അല്ലാഹുവിൻ്റെ തിരുദൂതരെ മജ്ലിസുകൾ മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, ഫഅഉതു ത്വരീഖ ഹഖഹു, എങ്കിൽ അതിനോട് പാലിക്കേണ്ട കടമകൾ പാലിക്കണം. നാൽക്കവലയോട്, ടാക്സി സ്റ്റാൻഡിനോട്, കലാലയ ക്യാമ്പസിനോട്, അക്കേഷ്യ മരത്തോട്, ബസ് സ്റ്റാൻഡിനോട്, സമൂഹത്തോട് പാലിക്കേണ്ട കടമകൾ. ഗളുൽ ബസരി വറദ്ദു സലാമി, കണ്ണ് പൂട്ടി വെക്കുന്ന, സലാം മടക്കുന്ന ധാർമ്മികത. കണ്ണോടുടക്കി ആടും പെണ്ണും തമ്മിൽ പ്രേമമായി, പ്രേമം പിന്നെ അനുരാഗമായി, അനുരാഗം പിന്നെ മറ്റു രീതിയിലായി, അങ്ങനെ രണ്ട് സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും സമൂഹത്തിലേക്ക് മാറും. ഒന്നുകിൽ മുസ്ലിംപ്പെട്ട ഒരാൾ അള്ളാഹു കാക്കട്ടെ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരും. ഇതൊക്കെ എത്രയോ സംഭവങ്ങൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ മുസ്ലിം ചെറുപ്പക്കാരികളാകുന്ന പെൺകുട്ടികളെ ആകർഷിപ്പിച്ച് മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആൾ. ഇതൊന്നും സത്യത്തിൽ മതപരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ല, ഇവൻ്റെ പ്രേമത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ആ പ്രേമത്തെ ന്യായീകരിക്കപ്പെട്ട അവസ്ഥ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയതാരാ? ഹറാമിൻ്റെ മതിൽക്കെട്ട് തകർത്തു കളഞ്ഞ ആളുകൾ. ഇസ്ലാം ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ഇടയിലുള്ള ഒരു കെട്ട് കെട്ടി, ആ കെട്ടിനെ പൊളിച്ചു. പഴയ കാലഘട്ടത്തിൽ ഹറാമ് ചെയ്യാൻ മുസ്ലിം സമൂഹം മടിച്ചിരുന്നു എന്നത് വിഷയമല്ല. ഹറാമ് ചെയ്യാൻ മുസ്ലിം സമൂഹം മടിച്ചു. കള്ളുകുടിയൻ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. മുസ്ലിം സമൂഹത്തിൽ മദ്യപാനി എന്നത് അക്കാലഘട്ടത്തിൽ കൗതുക വസ്തുവാണ്. എന്നാൽ ആധുനിക മുസ്ലിം സമൂഹത്തിൻ്റെ യൗവനത്തിൻ്റെ സിമ്പലായി മദ്യക്കുപ്പികൾ മാറി. എനിക്കൊരു അനുഭവം. ഈ കഴിഞ്ഞ റമളാൻ്റെ തലേദിവസം, റമളാൻ തുടങ്ങുന്ന ആ രാത്രി, കുന്നമംഗലത്തൊരു നമ്മളെ കുട്ടികൾ സംഘടിപ്പിച്ച റമളാൻ്റെ മുന്നൊരുക്കം എന്ന് പറയുന്നൊരു പരിപാടി, അതിൽ പങ്കെടുത്തിട്ട് ഞാൻ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആ കുന്നമംഗലത്തുള്ള മുയനാലത്തെ കുട്ടികൾ അവരെ വാഹനത്തിൽ തന്നെ വീട്ടിലേക്കാക്കി തരാം. അവർ പറഞ്ഞു, തുടക്കം ഞങ്ങൾ എത്തിയില്ല. അപ്പോൾ എൻ്റെ കുട്ടികളെ വൈകിപ്പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വഴുകാൻ കാരണോ ഇന്ന് കലാശക്കൊട്ട് ആയതുകൊണ്ടാണ് തന്നെ. എന്താ കലാശക്കൊട്ട്? അവർ കാരന്തൂരിലെ ബിവറേജ് ശാലയ്ക്ക് ഇപ്പുറത്തുള്ള കൂൾ ബാറിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് തണുപ്പിക്കാൻ വല്ല പീടിയ വേണം. കലാശക്കൊട്ട് കാരണം എന്താ? നാളെ നോമ്പ് തുടങ്ങുകയാണ്, അപ്പം നോമ്പ് നോറ്റും കഴിഞ്ഞ് വേണ്ടാന്ന് കരുതി ഇന്ന് കുടിച്ച് തീർക്കുകയാണ്. അതാ കലാശക്കൊട്ട്. എനിക്കത് അത്ര മനസ്സിലായില്ല കലാശക്കൊട്ട്. അതിൻ്റെ യഥാർത്ഥ രീതി മനസ്സിലായത് ഓണത്തിൻ്റെ പിറ്റേന്ന് പത്രം വായിച്ചപ്പോൾ. മാതൃഭൂമി, തിരൂരിൽ ബിവറേജ് നഷ്ടത്തിൽ. എന്താ വാർത്ത? കേരളത്തിൽ ഏറ്റവും ലാഭം കിട്ടുന്ന സ്ഥലം ബിവറേജ് ലാഭം തിരൂരിലാണ്. കള്ള് ഷാപ്പ് ഏറ്റവും ലാഭം തിരൂരില്ല. എന്താ തിരൂരിൻ്റെ പ്രത്യേകത? 1 കിലോമീറ്ററിൽ 40 പള്ളി. അതിൻ്റെ പ്രത്യേകത മുസ്ലിം പോപ്പുലേഷൻ. അതുകൊണ്ടോ ഏറ്റവും കൂടുതൽ കള്ള് ചിലവാകും. എന്നാൽ ഈ ഓണത്തിന് മാത്രം നട്ടത്തിലായി. എന്താ കാരണം? കലാശക്കൊട്ട്. നേരത്തെ പറഞ്ഞ കലാശക്കൊട്ട് റമളാൻ്റെ പകലിൽ മാത്രം കള്ള് വേണ്ടാന്ന് മുസ്ലിം സമൂഹം വെച്ചാൽ ബിവറേജ് നട്ടത്തിലാകുന്നൊരവസ്ഥ അല്ലേ? വിശുദ്ധ റമളാൻ്റെ പകലിൽ സിനിമ കാണാൻ മുസ്ലിം ചെറുപ്പക്കാർ സിനിമ ഹാളിൽ വരൂല എന്ന് തോന്നിയതുകൊണ്ട് ഈ കഴിഞ്ഞ റമളാനിലും തൊട്ടടുത്ത റമളാനിലും ഓണ സീസണിൽ പോലും സൂപ്പർ സ്റ്റാറുകൾ സിനിമ റിലീസ് ചെയ്യാത്തൊരവസ്ഥ. നമ്മൾ സിനിമ കാണാൻ പോകുന്നില്ലെങ്കിൽ സിനിമകളില്ല, നമ്മൾ കള്ളുടിക്കാൻ പോകുന്നില്ലെങ്കിൽ കള്ള് ഷാപ്പ് പൂട്ടിപ്പോകും. ഇസ്ലാമാണെങ്കിലോ ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ഇടയിൽ ഒരു മതിൽക്കെട്ട് കെട്ടിയ മതം. ആ മതിൽക്കെട്ടിനെ മായ്ക്കപ്പെട്ടു. ആ മതിൽക്കെട്ടുകൾ മായ്ക്കപ്പെട്ടു. ഹറാമ് ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹം ഇവിടെയും വളർന്നു വരുന്നു. അപകടകരമാണ്. അപ്പം നമ്മൾ നമ്മുടെ ആചാരത്തിലേക്ക് തിരിച്ചു വരണം, നമ്മുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം, നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു വരണം. ആ പൈതൃകം പോയി എന്നത് അപകടകരമാണ്.
ഇശാ മഗ്രിബിനിടയിൽ നമ്മളൊക്കെ ഒരുത്തിൽ ഇരുന്നിട്ട് ഹദ്ദാദ് ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന വീട്ടിലെ പാരമ്പര്യമൊക്കെ അവസാനിച്ചു പോയി. അതിന് പോകാൻ കാരണം എന്താ? അതൊക്കെ ഒരു തരം ഔട്ട് ഓഫ് ഫാഷനായി, പഴഞ്ചൻ രീതിയായി, ഷിർക്കിൻ്റെ കുഫറിൻ്റെ വടികളായി അതിന് വ്യാഖ്യാനിക്കപ്പെടുകയും ആ വ്യാഖ്യാനങ്ങൾക്ക് സ്വാധീനം ചില മനസ്സിലുണ്ടാവുകയും ചെയ്തപ്പോൾ ഭൗതികത പുണരാൻ തുടങ്ങി. അതിന് പകരം ഈ അദ്കാറുകൾക്ക് പകരം, ഈ സ്വലാത്തുകൾക്ക് പകരം, ഈ മാലപ്പാട്ടുകൾക്ക് പകരം, ഈ പടപ്പാട്ടുകൾക്ക് പകരം, ഈ കപ്പപ്പാട്ടുകൾക്ക് പകരം അവിടെ TV സീരിയൽ വരാൻ തുടങ്ങി, മറ്റ് സീരിയൽ വരാൻ തുടങ്ങി. അതിൻ്റെ പിറകിൽ നമ്മൾ പോകാൻ തുടങ്ങി. അതെന്നെ വിഷയം, അതാ പ്രശ്നം. ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഒന്നിച്ച് ജമാഅത്തായിട്ടാണ് അപ്പോൾ സിനിമ കാണുക. വീട്ടിൽ പുറത്ത് പോകണ്ടല്ലോ, വീട്ടിൽ തന്നെ കിട്ടും. അവിടെ ജമാഅത്തായിട്ട് കണ്ടാൽ മതി. കാണാൻ പറ്റാത്ത വല്ലതും ഉണ്ടെങ്കിലോ, അശ്ലീല ചുവയുള്ള വല്ല രംഗവും വന്നാൽ ഉപ്പാൻ്റെ മുഖം വലത്തോട്ട്, ഉമ്മാൻ്റെ മുഖം ഇടത്തോട്ട്, ഇവൻ നേരെ ഈ കുട്ടി കാണുകയാണ്. ആ കുടുംബത്തിൽ എന്ത് വിലയുണ്ടാവാനാ? സെക്സിന് പോലും ഒരു തരം ഫ്രീ സെക്സായി സമൂഹം മാറുകയാണ്. അങ്ങനെ ഈ ഫ്രീ സെക്സിലേക്ക് കാലഘട്ടത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ അജണ്ടകൾ രൂപീകരിക്കപ്പെടുകയാണ്. അവിടെയാണ് വളരെ വ്യക്തമായി SYSൻ്റെയും SKSSFൻ്റെയും സമസ്തകല ജമിയത്തുൽ ഉലമയുടെയും പ്രവർത്തകന്മാർ സജീവമായി ഉണരേണ്ടത്. അല്ലാഹുവിൻ്റെ ദീൻ, വിശുദ്ധമായ ദീൻ. ഈ കാലഘട്ടത്തിൽ നമ്മളാണ് അതിനെ പ്രചരിപ്പിക്കേണ്ടവർ. അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വഅദിലൂടെ മാത്രമല്ല, പ്രസംഗത്തിലൂടെ മാത്രമല്ല, എഴുത്തിലൂടെ മാത്രമല്ല. വമൻ അഹ്സനു ഖൗലൻ മമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. മുസ്ലിമായി ജീവിക്കുക എന്നതാണ്, മുസ്ലിമായി ജീവിക്കൽ. അങ്ങനെ മുസ്ലിമായി ജീവിച്ചതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം ഉണ്ടായത്. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല. ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ തോമസ് ബി ആർനാൾഡ് പോലും പറഞ്ഞിട്ടുണ്ട്. തോമസ് ബി ആർനാൾഡ് എന്തായാലും സുന്നിയല്ല. എന്തുകൊണ്ടാണ് മുസ്ലിമല്ല? മുസ്ലിമായിട്ട് വേണ്ടേ സുന്നിയാവാൻ. അദ്ദേഹം എഴുതിയ പുസ്തകം 1000 പേജുള്ള പുസ്തകം. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, രാജാധിപത്യമല്ല, യുദ്ധമല്ല, ഏകാധിപത്യമല്ല, സാമ്പത്തിക സ്രോതസ്സുകളല്ല ഇസ്ലാം ജനപദത്തെ സ്വാധീനിക്കാൻ കാരണം. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ, യൂറോപ്യൻ കവാടങ്ങളിൽ, ഏഷ്യൻ സമതലങ്ങളിൽ ഇസ്ലാം സ്വാധീനം ചെലുത്തിയത് മഹർഷിതുല്യം നിഷ്കളങ്കമായ ജീവിതം നടിച്ച യതിവര്യരായ ആളുകൾ ജീവിച്ച പർണശാലികളും അവർ ചെലുത്തിയ സ്വാധീനങ്ങളുമാണ് എന്ന് എഴുതി വെച്ചത് തോമസ് ബി ആർനാൾഡാണ്. അഥവാ അതിൻ്റെ ലളിത മലയാളം, അള്ളാഹുവിൻ്റെ സാദാത്തുക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ ജീവിച്ച ജീവിത രീതി, അവർ കാട്ടിയ കറാമത്തുകൾ, ആ കറാമത്തുകളാണ് ഇസ്ലാം എന്ന. മമ്പുറന്തങ്ങളെപ്പോലെ, പൂക്കോയത്തങ്ങളെപ്പോലെ, ഹിമ്മസിത്തങ്ങളെപ്പോലെ, മഖ്ദൂം തങ്ങന്മാരെ പോലെ, മലബാറിൽ കടന്നു വന്ന ബാലവി, ഹിമ്മസി, ജിഫിരി കബീലകളെ പോലെ ലോകമുടനീളം അങ്ങനെയാണ്. ഇവിടെ മാത്രമല്ല. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റളിയല്ലാഹു മർക്കദ, പാണക്കാട്ട് സയ്യിദ് വാഹിദ് വന്ന് നിങ്ങൾ മറന്നുപോയോ? 8 വർഷങ്ങൾക്കപ്പുറം സയ്യിദ് വാഹിദ് വന്നിരുന്നു പാണക്കാട്ട്. ആരാ സയ്യിദ് വാഹിദ്? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ ഏറ്റവും മുസ്ലിങ്ങളുടെ രാജ്യം. ഇന്ത്യയിൽ 15 കോടിയാണ്, ഇന്തോനേഷ്യയിൽ 25 കോടിയോളമാണ് മുസ്ലിങ്ങളല്ലേ. ഇന്തോനേഷ്യയിൽ അത്ര മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദ്വീപ് സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഇന്തോനേഷ്യ. അതിൻ്റെ പ്രസിഡന്റ് സയ്യിദ് വാഹിദ്, അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജനങ്ങൾ വോട്ട് ചെയ്തു, അങ്ങനെ പ്രസിഡന്റായി. എന്താ കാരണം? നഹ്ദത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ പ്രസിഡന്റാണ് സയ്യിദ് വാഹിദ്. നഹ്ദത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമത്ത പോലെ, കേരളക്കരയിൽ സമത്ത പോലെ ഇന്തോനേഷ്യയിലെ ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന പണ്ഡിത സഭ നഹ്ദത്തുൽ ഉലമ. അതിൻ്റെ പ്രസിഡന്റ് സയ്യിദ് വാഹിദ് ഇലക്ഷനിൽ മത്സരിച്ചു, പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഡൽഹിയിൽ വന്നിരുന്നു. അവിടെ വന്നപ്പോഴാണ് പാണക്കാട്ടേക്ക് വന്നത്. TVR ഷേണ എന്ന പത്രപ്രവർത്തകൻ്റെ കൂടെ പാണക്കാട്ട് വന്നു. പാണക്കാട് കൊടപ്പനക്കൽ മുറ്റത്ത് സാദാത്തുക്കളോട്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടും അനുജന്മാരോടും കൂടെ പത്രക്കാർക്ക് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു, പല വർത്തമാനങ്ങളും പറഞ്ഞു. അന്ന് സയ്യിദ് വാഹിദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പാണക്കാട് വന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണാനും പരിചയപ്പെടാനുമാണ്. ഞാൻ ഇന്ത്യയിൽ വന്നത് ഔദ്യോഗിക ചടങ്ങിനാണ്, ഇവിടെ വന്നത് സ്വകാര്യ സന്ദർശനമാണ്. കാരണം ഞാൻ തങ്ങളും കുടുംബമാണ്. ഞാനും തങ്ങളും കുടുംബമാണ്. ഏതാ കുടുംബം? അഹ്ലുൽ ബൈത്ത്. ഞാനും സയ്യിദാൻ, എൻ്റെ പരമ്പര സയ്യിദാൻ, ഇതും സയ്യിദാൻ. എൻ്റെ ഇന്തോനേഷ്യയും കേരളവും ഒരുപോലെയാണ്. കേരളക്കരയിൽ ത്വരീഖത്തിൻ്റെ സ്വാധീനം, അഹ്ലുൽ ബൈത്തിൻ്റെ സ്വാധീനം, ബാലവി, ഹിമ്മസി, ജിഫിരി കബീലകൾ, ഇതേ കബീലകൾ എൻ്റെ നാട്ടിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്. അപ്പം കേരളക്കരയിൽ ഇസ്ലാമിക ദഅവത്ത് നിർവഹിച്ചത് സാദാത്തുക്കളാണ്. എൻ്റെ ഇന്തോനേഷ്യയിലും സാദാത്തുക്കളാണ്. അപ്പോൾ ഔലിയാക്കളും സാദാത്തുക്കളും അവർ കാട്ടിയ കറാമത്തുകൾ, അവർ പ്രചരിപ്പിച്ച രീതി, അതാണ് ലോകമുടനീളം ഇസ്ലാമിക ദഅവത്തിൻ്റെ രീതി എന്നത്
വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളക്കരയിലും അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്ന ആശയാദർശത്തെ കേരളത്തിൻ്റെ ഗ്രാമാന്തരത്തിൽ സ്വീകരിക്കപ്പെടാൻ കാരണം. അതുകൊണ്ടാണ് നമ്മളും നമ്മുടെ വെള്ളയിൽ SYS എന്ന് പറയുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തെ രൂപീകരിച്ചിട്ട് അതിനെ ചെറുപ്പക്കാരാക്കുന്ന കുട്ടികൾ ഇതം പ്രഥമമായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാണ്. നിങ്ങളെല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. ഇനിയും ഈ ചെറുപ്പക്കാർക്ക് ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇതൊരു പ്രചോദനമായി മാറണം. സാമ്പത്തികമായിട്ട് കൂടി നിങ്ങൾ സഹായിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഇരുന്നതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരു 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ.